ഇക്കാര്യത്തിൽ നമ്മുടെ എഴുത്തുകാർ സ്വീകരിച്ച നിലപാടുകൾ പരിശോധിക്കുമ്പോഴാണ് നമുക്കിതിന്റെ ഭീകരാവസ്ഥ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. അത് ടിയുടെ പ്രസ്താവനയ്ക്ക് ശേഷമുള്ള പ്രതികരണം മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്. പകരം കുറെ നാളുകളായിട്ട്, കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ എഴുത്തുകാർ എങ്ങനെയാണ് സമൂഹത്തോട് പ്രതികരിച്ചത്, സമൂഹത്തിലെ പ്രശ്നങ്ങളോട് പ്രതികരിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. നമുക്കറിയാം, NS മാധവൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം ഹിഗ്വിറ്റ എന്നുള്ളൊരു കഥ എഴുതി, വളരെ പ്രശസ്തമായ കഥയാണ്. ആ കഥയിൽ അദ്ദേഹം ജബ്ബാർ എന്ന് പറയുന്ന ഒരു വില്ലനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ജബ്ബാർ എന്നുള്ള വില്ലൻ മുസ്ലിം ആയത് കൊണ്ട് ഈ കഥ മുസ്ലിം വിരുദ്ധ കഥയാണ് എന്ന് ഒരു നിരൂപകം പറയുകയുണ്ടായി. AT അൻസാരി എന്ന നിരൂപം പറയുകയുണ്ടായി. നമുക്കറിയാം അത്. അപ്പൊ അതിന് NS മാധവൻ കൊടുത്തിട്ടുള്ള മറുപടി അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള അബദ്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, എനിക്ക് മുസ്ലിം വിരോധമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വാസ്തവത്തിൽ മലയാള സാഹിത്യ രംഗത്തെ ഏറ്റവും വർഗീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഒരു ആരംഭമായിരുന്നു അത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അത് ഡോക്ടർ VC സുധീരനെ പോലുള്ള നിരൂപകർ അവർ ചൂണ്ടിക്കാണിയതാണ്. എന്നിട്ട് പോലും NS മാധവന് അത് തിരിച്ചറിയുവാനോ അത് പ്രതികരിക്കാനോ കഴിയുന്ന കാരണം NS മാധവനെ പോലുള്ള എഴുത്തുകാരൻ ഒരു പൊതുബോധത്തിൽ കെട്ടപ്പെട്ടുകയാണ്. ഈ പൊതുബോധം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൃത്യമായിട്ട് നിർമ്മിക്കുന്ന ഒരു പൊതുബോധമാണ്. ആ പൊതുബോധത്തിന്റെ അകത്താണ് എഴുത്തുകാർ ഒക്കെ ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഈ കഥ ഇങ്ങനെ വായിച്ച് തെറ്റായി പോയി എന്ന് പറയാൻ കഴിയുന്നില്ല. പകരം അതൊരു വിദ്യാർത്ഥിയുടെ ഒരു മോശം, അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അറിയാത്ത ഒരാളുടെ ഒരു വായനയായിട്ടാണ് കണ്ടത്. അപ്പൊ ഇങ്ങനെ എഴുത്തുകാർ ഇങ്ങനെ ഒരു പൊതുബോധത്തിൽ, കാരണം ഈ കൃത്രിമമായി സൃഷ്ടിച്ച പൊതുബോധത്തിൽ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. വേറൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ സന്തോഷ് ചിക്കൻ എന്ന് പറയുന്ന ഒരു യുവ കഥാകൃത്തിന്റെ ബിരിയാണി എന്നുള്ള കഥയുണ്ട്. ആ കഥയിൽ രണ്ട് കഥാപാത്രങ്ങൾ, അത് നെഗറ്റീവ് കഥാപാത്രങ്ങളാണ്. രണ്ട് കഥാപാത്രങ്ങൾ മുസ്ലിം കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് ഈ കഥ മുസ്ലിം വിരുദ്ധ കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ് ചിക്കനും ഹിന്ദുത്വവാദിയാണ് എന്നൊക്കെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആരോപണം ഉണ്ടായപ്പോൾ സന്തോഷ് ചിക്കാനും അതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഒരിക്കലുമല്ല, ഞാൻ ഒരു ഹിന്ദുത്വവാദിയല്ല, ഞാൻ മുസ്ലിം വിരുദ്ധനുമല്ല, കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മുസ്ലിം വീടുകളിൽ പോയിട്ട് ആഹാരം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ മതേതര സ്വത്വം തെളിയിക്കാൻ വേണ്ടി പാടുപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിനേക്കാളും ഒരു നല്ല ഉദാഹരണമാണ് സുഭാഷ് ചന്ദ്രനെ കുറിച്ചിട്ട് സക്രി നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന. സുഭാഷ് ചന്ദ്രന് തപസ്യ എന്നുള്ള സാംസ്കാരിക സംഘടന ഒരു അവാർഡ് കൊടുത്തപ്പോൾ സക്കറിയ വിമർശിച്ചു. കാരണം ഇദ്ദേഹം അത് വാങ്ങാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹം ഒരു ഹിന്ദുത്വവാദികളുടെ കൂടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞതിന് മറുപടി: ഒരിക്കലുമല്ല, ഞാൻ ഒരു ഹിന്ദുത്വവാദിയല്ല, ഞാൻ ഒരു മതേതരനാണ്. കാരണം എൻ്റെ ഭാര്യ പ്രസവിച്ചു കിടക്കുമ്പോൾ ആദ്യത്തെ ആ കുട്ടിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ബെഡ് കിടക്കുന്ന ഒരു മുസ്ലിം ആള് കൊടുത്തിട്ടുള്ള സംസം വെള്ളം കൊടുത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാനൊരു മതേതരവാദിയാണ് എന്നൊക്കെ തെളിയിക്കപ്പെടുകയാണ്, തെളിയിക്കാൻ ബാധ്യസ്ഥമാകുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ എഴുത്തുകാര് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ താൻ ഒരു മതേതരവാദിയാണെന്നും താൻ ജനാധിപത്യവാദിയാണെന്നും എന്നൊക്കെ ഇങ്ങനെ നിരന്തരം തെളിയിക്കാൻ വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ എഴുത്തുകാർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന അജണ്ടയ്ക്ക് അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന എഴുത്തുകാരാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഉദാഹരണം കൂടി, അടുത്ത കാലത്ത് ഉദാഹരണം കൂടി പറയാം. സച്ചിദാനന്ദ എഴുത്തുകാരൻ. ആ സച്ചിദാനന്ദ എഴുത്തുകാരനെ കുറിച്ച് ഞാൻ നടത്തിയിട്ട് രണ്ട് പ്രസ്താവനകൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമകാലിക മലയാളം വാരികയിൽ 2-3 ലക്കങ്ങളിലായിട്ട് ഞാൻ നടത്തിയിട്ട് 1-2 പ്രസ്താവനകൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. എന്തുകൊണ്ട് സച്ചിദാനന്ദനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത്, നമുക്ക് 2022 ഒക്ടോബർ മാസത്തിൽ സച്ചിദാനന്ദൻ കോഴിക്കോടുള്ള ഒരു മുസ്ലിം മത സംഘടന നടത്തിയിട്ടുള്ള പരിപാടിയിൽ പോയിട്ട് കവിത അവതരിപ്പിക്കുകയും അതേ സച്ചിദാനന്ദൻ തൊട്ടടുത്ത ജനുവരി മാസം 2 മാസത്തിന് ശേഷം ഹിന്ദു കോൺക്ലേവിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന എഴുത്തുകാരെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് സച്ചിദാനന്ദൻ എന്ത് വർഗീയതയാണ് പറയുന്നത് ഇവിടെ. കാരണം ഒരു മുസ്ലിം സംഘടനയുടെ പരിപാടിയിൽ പോയിട്ട് കവിത അവതരിപ്പിക്കുകയും തൊട്ടടുത്ത മാസം പോയിട്ട് ഹിന്ദു കോൺഗ്രസിൽ പങ്കെടുക്കുന്ന എഴുത്തുകാരെ ബഹിഷ്കരിക്കണമെന്ന് പറയുന്ന സച്ചിദാനന്ദൻ സമൂഹത്തിൽ എന്ത് കാഴ്ചപ്പാടാണ്, എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ അതാണ് ഇപ്പോഴും വാരികയുടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സച്ചിദാനന്ദനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള നട്ടല് പണയം വെച്ച എഴുത്തുകാർ ഭരിക്കുന്ന കുറേ കാലമായി ഭരിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അവിടെ വെച്ചാണ് നമ്മൾ OV വിജയനെ പോലുള്ള എഴുത്തുകാരനെ ഓർമ്മിക്കേണ്ടത്. കാരണം ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം എഴുതിയ ധർമ്മപുരാണം എന്ന നോവൽ ഓർമ്മിക്കണമെന്നുള്ളത്.
അതറിഞ്ഞുകൊണ്ടാണ് എന്ന നോവലിന്റെ കൃത്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പലപ്പോഴും ഇന്ത്യ കേരളത്തിൽ നാം കാണുന്നത്. ഒരിക്കലും തീർച്ചയായും അംഗീകരിക്കില്ല. വിജയനെ അംഗീകരിച്ചിട്ടില്ല, അതുപോലെ തന്നെ KPF അംഗീകരിച്ചിട്ടില്ല, എം ഗോവിന്ദൻ അംഗീകരിച്ചിട്ടില്ല, CJ തോമസിനെ അംഗീകരിച്ചിട്ടില്ല. ഇവരൊന്നും ഈ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആരെയും ഇടതുപക്ഷം ഇന്നേവരെ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് കിട്ടുന്ന കുറെ അവാർഡുകളോ സ്ഥാനങ്ങളോ മാത്രം നേടിയിട്ട് ഇങ്ങനെ കഴിയാം എന്നുള്ളത് മാത്രമേ നമ്മുടെ കേരളത്തിലെ മിക്ക ഇടത് എഴുത്തുകാരും ചിന്തിക്കുന്നുള്ളൂ, പ്രവർത്തിക്കുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പറയാറുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പൊ നിങ്ങൾക്ക് സന്തോഷമുണ്ട്, കാരണം MT അങ്ങനെ പറയുമ്പോൾ MTയുടെ വാക്കുകൾ പോലും വളച്ചൊടിച്ചുകൊണ്ടാണ് പലപ്പോഴും സച്ചിദാനന്ദനും ഒക്കെ സക്കറിയ നമുക്കറിയാം, സക്കറിയക്ക് ഒരിക്കലും തല്ലുകൊണ്ടതാണ്. പയ്യന്നൂർ നടത്തിയിട്ടുള്ള ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് രാഷ്ട്രീയ സത്യം പറഞ്ഞപ്പോൾ തല്ലുകൊണ്ടിട്ടും പഠിച്ചില്ല. ഇല്ല, തല്ലുകൊണ്ടിട്ടും അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ആലോചിക്കേണ്ട വിഷയമാണ്. അത് അങ്ങനെയുള്ള ഒരു അടിമകളായിട്ട് എഴുത്തുകാരുടെ നാടായിട്ട് കേരളത്തിലെ എഴുത്തുകാർ അധപ്പതിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഒരു തെളിവാണ് ഈ MTയുടെ പ്രസ്താവനയ്ക്ക് ശേഷം നടന്നിട്ടുള്ള കുറെ നിലപാടുകൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എഴുത്തുകാരെന്തുകൊണ്ട് ഇങ്ങനെ, അതുകൊണ്ടാണ് KPF പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അപ്പം വാങ്ങിച്ചിട്ട് സ്വാതന്ത്ര്യം കൊടുക്കരുത് ഒരിക്കലും. രാഷ്ട്രീയക്കാരൊന്നും അപ്പം വാങ്ങിച്ചിട്ട് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കരുത്. എഴുത്തുകാർക്ക് ഒരു വിലയുണ്ട്. ഇപ്പൊ സുകുമാർ അഴീക്കോട് ഒരുപാട് വിയോജിപ്പുണ്ടെങ്കിൽ, പക്ഷേ സുകുമാർ അഴീക്കോടൊക്കെ ഒരു കാര്യം പറയുമ്പോൾ കൃത്യമായിട്ടും അത് ജനങ്ങൾ അംഗീകരിച്ചിരുന്നു, ഏറ്റെടുത്തിരുന്നു. ആ കാലഘട്ടത്തില് KPF ഒരു കാര്യം പറയുമ്പോൾ അംഗീകരിച്ചിരുന്നു. അങ്ങനെയുള്ള നട്ടലുള്ള എഴുത്തുകാർ ഇന്നില്ല. അതാണ് പ്രശ്നം. പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ എഴുത്തുകാരൊക്കെ പറയുന്നത് ആർക്കാണ് ഒരു വിലയുണ്ടാവുക എന്ന്. MT പറഞ്ഞപ്പോൾ ഒരു പൊള്ളി ആൾക്കാർക്ക്. പക്ഷെ ഈ പറഞ്ഞ നേരത്തെ അനിന്തര പറഞ്ഞ പോലെ സച്ചിദാനന്ദൻ ഇത് പറഞ്ഞില്ലെങ്കിൽ നമുക്കാരും ചർച്ച ചെയ്യില്ലായിരുന്നു. കാരണം അദ്ദേഹം ഈ 40 വർഷം നിലപാടുകൾ മാറ്റുന്ന ആളാണെന്ന് നമുക്കറിയാം. സച്ചിദാനന്ദൻ ഈ അക്കാദമിയൊക്കെ പുച്ഛിച്ചു പറഞ്ഞ ആളാണ്. ഇപ്പോൾ അക്കാദമി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയായി. അപ്പൊ നമുക്കറിയാം, ഒരു കാലത്ത് സച്ചിദാനന്ദൻ ഈ അവാർഡ് വാപ്പസ് നടത്തിയാണ്, നമുക്ക് ഓർമ്മയുണ്ട്. ആ അവാർഡ് വാപ്പസ് നടത്തിയപ്പോൾ തന്നെ അതേ ഗവൺമെന്റിന്റെ ഫെലോഷിപ്പ് വാങ്ങിയിട്ട് അദ്ദേഹം ഷിംലയിൽ ഗവേഷണം നടത്തുകയായിരുന്നു. നമുക്കറിയാം, അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് TP രാജീവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കാപട്യത്തിന്റെ ആൾരൂപമായിട്ട് മാറുന്ന എഴുത്തുകാരെയാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ഒരു വിഭാഗം മലയാളത്തിൽ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും എഴുത്തുകാരെ പുകഴ്ത്തുന്നു. ഒരു സാഹിത്യ വിമർശകന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു വിടവ് നമുക്ക് കൃത്യമായിട്ടും മലയാളത്തിൽ കാണുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറുകയാണ്. അതാണ് എനിക്ക് ഉന്നയിക്കാനുള്ള കാര്യം. രാഷ്ട്രീയം വേറെ, നമ്മുടെ എഴുത്തുകാർക്ക് എന്ത് സംഭവിച്ചു? രാഷ്ട്രീയം എന്റെ വിഷയമേ അല്ല, പക്ഷെ എഴുത്തുകാർ എന്തുകൊണ്ട് ഇങ്ങനെ അടിമകളായിട്ട് മാറി എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു.